UAE-യിൽ അനധികൃതമായി താമസിക്കുന്നവരും വിസ നിയമലംഘകർക്കുമായി 2 മാസത്തെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ഇനിയും ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളുമായി UAE ഭരണകൂടം. പുതിയ നടപടിയുടെ ഭാഗമായി സെപ്റ്റംബർ 1 മുതൽ റെസിഡൻസി ചട്ടങ്ങളിൽ കർശനമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്ത് സുരക്ഷ ഉറപ്പാക്കുകയും നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. നാടുകടത്തൽ, പിഴ അടയ്ക്കുക തുടങ്ങിയ കടുത്ത നടപടിയായിരിക്കും വിസ നിയമലംഘകർക്ക് ഇനി ലഭിക്കാൻ പോകുന്നതെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ വിസ റെസിഡൻസി നിയമപ്രകാരം നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നടപടി എടുക്കുന്നത് എന്നതറിയില്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളാണ് റെസിഡൻസി ലംഘനങ്ങളിൽ പെടുന്നവ. അതിലൊന്നാമത്, വിസ കാലാവധി കഴിഞ്ഞാൽ UAE-യുടെ നയപ്രകാരം കനത്ത പിഴയും നാടുകടത്തൽ പോലെയുള്ള നടപടി എടുക്കുന്നതാണ്. അതുകൊണ്ട് താമസക്കാർ അവരുടെ വിസകൾ കാലതാമസമില്ലാതെ പുതുക്കണം എന്നത് നിർബന്ധമാണ്. രണ്ടാമതായി, വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലിയിൽ പ്രവേശിക്കുന്നതും നിയമലംഘനമാണ്. ഇതിലുണ്ടാകുന്ന നടപടി തൊഴിലുടമകൾക്കും ജീവനക്കാർക്കും ഒരുപോലെ ബാധിക്കുന്നതിനാൽ അനുയോജ്യമായ വർക്ക് പെർമിറ്റിലൂടെ ജോലിയിൽ പ്രവേശിക്കണം. മൂന്നാമതായി, മോഷണം, ആക്രമണം, വഞ്ചന, മയക്കുമരുന്ന് തുടങ്ങിയ ഏത് ചെറിയ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടാലും നാടുകടത്തപ്പെടുന്നതായിരിക്കും. ഇനി അടുത്തതായി, റെസിഡൻസി പെർമിറ്റുകളുടെ കാലാവധി കഴിഞ്ഞിട്ടില്ലെന്ന് താമസക്കാർ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും കാലതാമസമോ അനാസ്ഥയോ ഉണ്ടായാൽ അത് നാടുകടത്തിലേക്ക് നയിക്കും. ഇത്തരം കാര്യങ്ങളാണ് റെസിഡൻസി ലംഘനങ്ങളിൽ വരുന്നത്. അതേസമയം ഇനി വരാൻ പോകുന്ന പുതിയ നടപടി പ്രകാരം ഈ പറഞ്ഞ ലംഘനങ്ങളിലെല്ലാം തന്നെ ശക്തമായ നിരീക്ഷണവും റിപ്പോർട്ടിംഗും ഉണ്ടാവുന്നതായിരിക്കും. അതിനായി വിസ സ്റ്റാറ്റസുകളും റെസിഡൻസി നിയമങ്ങളും ട്രാക്ക് ചെയ്യുന്നതിനായി സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയ നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം നാടുകടത്തൽ പ്രക്രിയ വേഗത്തിലാക്കുകയും അറസ്റ്റും വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് UAE-യിലെ ഓരോ താമസക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്.